നക്ഷത്രങ്ങൾ അവയുടെ ഗ്രഹങ്ങളുടെ ഘടനയെ എങ്ങനെ സ്വാധീനിക്കുന്നു? വിദൂര ലോകങ്ങളുടെ വാസയോഗ്യതയെ ഇതെങ്ങനെ ബാധിക്കുന്നു? ഈ സുപ്രധാന ചോദ്യം പഠിക്കാൻ ഒരു പുതിയ വഴി കണ്ടെത്തുകയാണ് കാർനെഗിയുടെ ലൂക്ക് ബൗമ. നമ്മുടെ സൂര്യനേക്കാൾ ചെറുതും തണുപ്പുള്ളതും മങ്ങിയതുമായ ഡ്വാർഫ് നക്ഷത്രങ്ങൾ ചുരുങ്ങിയത് ഒരു ഭൂമിയുടെ വലുപ്പമുള്ള ഗ്രഹത്തിനെങ്കിലും ആതിഥേയത്വം വഹിക്കുന്നു. ഈ ഗ്രഹങ്ങളിൽ പലതും വാസയോഗ്യമല്ലായിരിക്കാം. എന്നാൽ നക്ഷത്രങ്ങൾ അവയുടെ ഗ്രഹങ്ങളുടെ ചുറ്റുപാടുകൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവ നല്ലൊരു പഠനശാലയാണ്. നക്ഷത്രങ്ങൾ പ്രകാശം വഴിയും കണികകൾ വഴിയും ഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നു. എന്നാൽ ഈ കണികാസ്വാധീനം അല്ലെങ്കിൽ സ്പേസ് കാലാവസ്ഥ പഠിക്കുന്നത് വെല്ലുവിളിയാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ചില സമയങ്ങളിൽ കണികകൾ ഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു എന്ന് നമുക്കറിയാം. വിദൂര നക്ഷത്രങ്ങൾക്ക് ചുറ്റും സ്പേസ് കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ലൂക്ക് ബൗമയും മോയിറ ജാർഡിനും ചേർന്ന് കോംപ്ലക്സ് പീരിയോഡിക് വേരിയബിൾ എന്ന ഡ്വാർഫ് നക്ഷത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ യുവനക്ഷത്രങ്ങൾക്ക് തെളിച്ചത്തിൽ ആവർത്തിച്ചുള്ള കുറവുകൾ സംഭവിക്കുന്നതായി നിരീക്ഷണങ്ങൾ കാണിക്കുന്നു. ഇതിന് കാരണം സ്റ്റാർ സ്പോട്ടുകളോ നക്ഷത്രത്തിനു ചുറ്റുമുള്ള പദാർത്ഥമോ എന്ന് ആദ്യം ഉറപ്പില്ലായിരുന്നു. ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതലറിയാൻ അവർ സ്പെക്ട്രോസ്കോപ്പിക് മൂവികൾ സൃഷ്ടിച്ചു. നക്ഷത്രത്തിന്റെ കാന്തിക മണ്ഡലത്തിൽ കുടുങ്ങിയ തണുത്ത പ്ലാസ്മയുടെ വലിയ കൂട്ടങ്ങളാണ് ഈ തെളിച്ചം കുറയാൻ കാരണം എന്നവർ കണ്ടെത്തി. ഇത് ഒരു ഡോണറ്റ് ആകൃതിയിൽ നക്ഷത്രത്തെ ചുറ്റിക്കറങ്ങുന്നു. അതിനെ പ്ലാസ്മ ടോറസ് എന്ന് വിളിക്കുന്നു. ഈ സ്പെക്ട്രോസ്കോപ്പിക് മൂവികൾ ഉപയോഗിച്ച് നക്ഷത്രത്തിന്റെ ഉപരിതലത്തിനു മുകളിലുള്ള ചുറ്റുപാടിനെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുമെന്ന് അവർ തെളിയിച്ചു. പ്ലാസ്മ ടോറസ് കണ്ടെത്തിയതോടെ ഈ അജ്ഞാത പ്രതിഭാസം ഒരു സ്പേസ് വെതർ സ്റ്റേഷനായി മാറി. ഈ പ്ലാസ്മയുടെ സാന്ദ്രത, ചലനം, നക്ഷത്രത്തിന്റെ കാന്തികമണ്ഡലത്തിന്റെ സ്വാധീനം എന്നിവ അറിയാൻ ഇത് സഹായിക്കുന്നു. നക്ഷത്രങ്ങളിൽ നിന്നുള്ള കണികകൾ ഗ്രഹങ്ങളുടെ അവസ്ഥകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാൻ ഈ സ്പേസ് വെതർ സ്റ്റേഷനുകൾ സഹായിക്കും. ഡ്വാർഫ് നക്ഷത്രങ്ങളിൽ ചുരുങ്ങിയത് 10% നക്ഷത്രങ്ങൾക്കെങ്കിലും അവയുടെ ആദ്യകാല ജീവിതത്തിൽ ഇതുപോലുള്ള പ്ലാസ്മ ടോറസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബൗമയും ജാർഡിനും കണക്കാക്കുന്നു. അടുത്തതായി, പ്ലാസ്മ ടോറസിലെ പദാർത്ഥം നക്ഷത്രത്തിൽ നിന്നാണോ അതോ പുറത്തുനിന്നുള്ള ഉറവിടത്തിൽ നിന്നാണോ വരുന്നതെന്ന് കണ്ടെത്താനാണ് ബൗമയുടെ ശ്രമം. ഈ ആകസ്മികമായ കണ്ടുപിടിത്തം ഗ്രഹനക്ഷത്ര ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പുതിയ ജാലകം തുറക്കുന്നു. സ്പേസ് കാലാവസ്ഥയാണ് വാസയോഗ്യതയുടെ ഉത്തരത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുക.